51 ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിക്കാൻ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് $400 കോടി ആവശ്യപ്പെട്ടത്. ഈജിപ്തും നോർവേയും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ 50ഓളം രാജ്യങ്ങളും UN ഉൾപ്പെടെ നിരവധി രാജ്യാന്തര സംഘടനകളും പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ഇന്ത്യ നൽകിയ $40 ലക്ഷം വിദ്യാഭ്യാസത്തിനും സാങ്കേതിക സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് വിനിയോഗിക്കുക. ഇതുകൂടാതെ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് അമേരിക്ക നിധിയിലൂടെയും ഗസയെ സഹായിക്കും. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ പറഞ്ഞു. റാമല്ല സന്ദർശനത്തിനിടെയാണ് ബാൻ കി മൂണിന്റെ പ്രഖ്യാപനം. that there will be efficient and effective and quick delivery of goods. This will be different from previous one. This has much more broader, comprehensive mandate. ഇസ്രായേൽ ഉപരോധം അവസാനിപ്പിക്കാതെ ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാവില്ലെന്ന് ഫലസ്തീൻ പ്രധാനമന്ത്രി റമി ഹംദല്ല കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.